الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون صدق الله സദഖല്ലാഹുൽ അലിയുൽ അലീം. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കും. ദാവൂദ് അലൈഹിസ്സലാമയെ കുറിച്ചാണ് ഏതാനും ആഴ്ചകളിലായി മിമ്പറിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സവിശേഷമായ സമകാലിക അവസ്ഥ മുമ്പിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ഖുതുബയിൽ ആ തുടർ ചരിത്രത്തിൽ വ്യത്യസ്തമായി ഒരു സംഗതി ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏൽപ്പിച്ച ബാധ്യത ഇസ്ലാമിക ദർശനത്തെ ശരിയായി സമൂഹത്തിന് മുമ്പിൽ പ്രതിനിധീകരിക്കുക എന്നതാണ്. ഈ പ്രതിനിധീകരണത്തിന് ഖുർആനിന്റെ സാങ്കേതിക ഭാഷയിൽ ഷഹാദത്തുൽ ഹഖ് എന്നാണ് പറയുക. അള്ളാഹുവിന്റെ ദീനിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലക്കാലം കൊണ്ട് പ്രായോഗിക തലത്തിൽ പ്രയോഗവൽക്കരിച്ച് കാഴ്ചവെച്ച ഈ പ്രതിനിധീകരണം, ശരിയായ റെപ്രസെന്റേഷൻ, അതിനെയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക പദാവലിയിൽ ഷഹാദത്തുൽ ഹഖ് എന്ന് പറയുന്നത്. സത്യസാക്ഷ്യ നിർവഹണം എന്ന് നേർമലയാളത്തിൽ. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. നമുക്ക് പരിചയമുള്ള ഖുർആനിലെ സൂക്തമാണ്. നിങ്ങളെ ഇவ்விதം നാം ഒരു മധ്യമ സമുദായമാക്കി നിർത്തിയിരിക്കുകയാണ്. വിശ്വാസി സമൂഹത്തെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഉമ്മത്തും വസത്തുൻ ഒരു മധ്യമ സമുദായമാക്കി നിർത്തിയത്? ലിതകൂനു ശുഹദാഅ അലന്നാസ്,
നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സത്യത്തിന്റെ ഈ ദീനിന്റെ സാക്ഷികളായി നിലകൊള്ളണം. ആ ദീനിനെ ശരിയായി നിങ്ങൾ സമൂഹ മധ്യേ പ്രതിനിധീകരിക്കണം. വയകൂന റസൂലു അലൈക്കും ഷഹീദ, പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനിനെ എவ்விதമാണോ മാലോകരുടെ മുമ്പിൽ ശരിയായി കാഴ്ചവെച്ചത്, ആ സത്യത്തെ ശരിയായി സാക്ഷ്യപ്പെടുത്തിയത്, അതുപോലെ നിങ്ങളും ചെയ്യുന്നതിന് വേണ്ടി. ഇത് സത്യവിശ്വാസി സമൂഹത്തിന്റെ ഐഡന്റിറ്റിയെ, അവരെക്കുറിച്ചുള്ള ശരിയായ പരാമർശമായി പ്രസ്താവനയായി ഖുർആനിൽ വന്ന സത്യപ്രസ്താവനയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദീനിനെ എவ்விதം മാലോകരുടെ മുമ്പിൽ ശരിയായി സാക്ഷിയായി സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിതത്തിലൂടെ കാഴ്ചവെച്ചുവോ, വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ നിലപാടിലൂടെ സമൂഹ മധ്യേ ശരിയാവണ്ണം പ്രതിനിധീകരിച്ചുവോ, അവ്വിധം അതേ രീതിയിൽ നിങ്ങൾ ഈ ദീനിനെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ നിലപാടിലൂടെ ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കുക, ശരിയായി സമൂഹത്തിന് മുമ്പിൽ അതിനെ പ്രതിനിധീകരിക്കുക എന്നതാണ് നിങ്ങളുടെ നിയോഗം. അതിന് പറ്റുന്ന ഒരു മധ്യമ സമുദായമാക്കി നിങ്ങളെ നിശ്ചയിച്ചിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. സൂറ അൽ ഹജ്ജിന്റെ അവസാന സൂക്തത്തിൽ ഈ നിയോഗം ഏൽപ്പിക്കപ്പെടുന്ന ആളുകളെ എക്കാലത്തും മുസ്ലിമീങ്ങൾ എന്നാണ് വിളിക്കാറ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ യാഥാർത്ഥ്യം ഖുർആൻ ബോധവൽക്കരിക്കുന്നുണ്ട്. ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലി വഫീ ഹാദാ, ഈ മാർഗത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞു അവന്റെ തിരുദൂതന്മാരെ പിൻപറ്റി ഈ വഴിയിലൂടെ കടന്നു വന്ന എല്ലാവരെയും മുമ്പും ഇപ്പോഴും ഇനിയും അള്ളാഹു മുസ്ലിമീങ്ങൾ എന്നാണ് വിളിക്കുക. ആ മുസ്ലിമീങ്ങളുടെ നിയോഗം ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങളുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനിനെ ശരിയായ സാക്ഷ്യത്തിലൂടെ കാഴ്ചവെച്ചതുപോലെ നിങ്ങൾ ഈ ദീനിനെ ശരിയായ സാക്ഷ്യത്തിലൂടെ മാലോകരുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നതിന് വേണ്ടി എന്ന് മുസ്ലിമീങ്ങളുടെ നിയോഗം എടുത്തു പറഞ്ഞുകൊണ്ട് ഹജ്ജ് ആകുന്ന ഏറ്റവും ഉദാത്തമായ ആ കർമ്മത്തെ പരിചയപ്പെടുത്തുന്ന പേരിലുള്ള അധ്യായത്തിലെ അവസാന സൂക്തത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വസിയത്ത് എന്നോണം തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമ, രണ്ടു കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഈ ഉള്ളവൻ വിട ചൊല്ലുന്നത്. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ച് മുന്നേറുന്ന കാലത്തോളം നിങ്ങൾക്ക് അപജയമേ ഉണ്ടാവില്ല, നിങ്ങൾ വഴിവിട്ടു പോവില്ല, നിങ്ങൾ പരാജിതരാവില്ല, നിന്ദിതരാവില്ല. അത് അള്ളാഹുവിന്റെ ഗ്രന്ഥവും ആ ഗ്രന്ഥത്തെ പ്രയോഗവൽക്കരിച്ചുകൊണ്ടുള്ള ഈ ഉള്ളവന്റെ ജീവിതചര്യയുമാണ്. കിതാബുല്ലാഹി വ സുന്നത്തി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വർത്തമാനങ്ങളെല്ലാം വളരെ കൃത്യമായി നമ്മെ ബോധവൽക്കരിക്കുന്നു. ഇസ്ലാമിനെ ശരിയായി സമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെച്ച് ആ സത്യത്തിന്റെ സാക്ഷികളായി ജീവിക്കലാണ് നമ്മുടെ എല്ലാവരുടെയും നിയോഗമെന്ന്. ഇത് ആമുഖമായി നമ്മുടെ മനസ്സിൽ നിൽക്കട്ടെ. ഇതാണ് നമ്മുടെ ദൗത്യവും നിയോഗവും എന്ന കാര്യത്തിൽ നമുക്കിടയിൽ എന്തായിരുന്നാലും തർക്കമുണ്ടാവുക സാധ്യമേ അല്ല. ഇനി ആമുഖമായി ഒരു പ്രസ്താവന കൂടി ശ്രദ്ധിക്കുക, ഒരു പണ്ഡിത പ്രസ്താവന. ഏതൊരു കെട്ട പ്രസ്ഥാനവും മനുഷ്യത്വത്തിന് കൊള്ളാത്ത, ധർമ്മത്തിന് നിരക്കാത്ത, പ്രകൃതിക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഏതൊരു കെട്ട പ്രസ്ഥാനവും നല്ല ആസൂത്രണവും മികവും ഔചിത്യബോധവുമുള്ള ആളുകളുടെ കയ്യിൽ കിട്ടിയാൽ അത് വളരുകയും വികസിക്കുകയും ചെയ്യും. മറുഭാഗത്ത് ഏതൊരു നല്ല പ്രസ്ഥാനവും കൊണ്ടു നടക്കുന്നവർ കൊള്ളാത്തവരാണ് എങ്കിൽ എന്നും ആ പ്രസ്ഥാനം സമൂഹത്തിന് ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്താവുന്ന വിധം സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടും എന്നത് വളരെ കൃത്യമായ ഒരു പ്രസ്താവനയാണ്. ഒന്നുകൂടി ഉരുത്തിരിച്ച് പറഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം ഏറ്റവും ഉദാത്തമായ ഒരു ജീവിത വ്യവസ്ഥയാണെന്ന കാര്യത്തിൽ നമുക്കുണ്ടോ തർക്കം? ഇതിനെ മുൻവിധിയില്ലാതെ പഠിക്കുന്ന ഏതൊരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ലല്ലോ. ഇതര സമുദായത്തിൽ പിറന്നവർ, ശുദ്ധ നിരീശ്വര നിർമ്മതവാദികൾ ഈ ദർശനത്തെ അനുഭവത്തിലൂടെ പഠിച്ച് സത്യാന്വേഷണത്തിന്റെ പാതയിൽ മുന്നേറുമ്പോൾ ഇതിന്റെ വസ്തുത കണ്ടെത്തുന്ന ഉടനെ കലിമ ചൊല്ലി സ്വീകരിച്ച് അതിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായി നമുക്കിടയിൽ ജീവിക്കുന്ന ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ഈ പൗരസ്ത്യ ലോകത്തും പാശ്ചാത്യ ലോകത്തും ഒരുപോലെ ഉണ്ടെന്ന കാര്യം സുവിദിതമാണ്. അപ്പോൾ ഇതൊരു നല്ല പ്രസ്ഥാനമാണ്.
ഇത് തന്നെയാണ് ശരി, ഇതേ ശരിയായിട്ടുള്ളൂ. ഈ പ്രകൃതിയെ സംവിധാനിച്ച നാഥൻ പ്രകൃതിയിലെ ഉത്കൃഷ്ടരായ മനുഷ്യവർഗത്തിന് ഏറ്റവും കൊള്ളാവുന്ന ജീവിതക്രമമായി നൽകിയ അവന്റെ ഏറ്റവും വലിയ ഔദാര്യമാണ് ഈ ദീൻ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരേ ഒരു ദർശനം ഇതാണ്. അതാണ് മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം. ഈ നല്ല പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നവർ മോശക്കാരായി. അപ്പോൾ ഈ നല്ല പ്രസ്ഥാനം എന്നും സമൂഹത്തിന് മുമ്പിൽ ഒരു മോശം ഇമേജോടെ, ഒരു പുച്ഛരസത്തോടെ, അതിനോട് മതിപ്പ് ഉണ്ടാകുന്നതിന് പകരം ഉള്ള മതിപ്പ് കൂടി നഷ്ടപ്പെടുന്ന അളവിൽ ആ ഒരവസ്ഥയിലായി പോയി നമ്മുടെ കാലഘട്ടത്തിൽ സമകാലിക കേരളത്തിൽ ഉൾപ്പെടെ അവസ്ഥാവിശേഷം. എന്നാൽ മറുഭാഗത്ത് ചില പ്രസ്ഥാനങ്ങളുണ്ട്, ചില മതങ്ങൾ, ദർശനങ്ങൾ. അതിന്റെ ഉള്ളറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും കെട്ട ഒരു പ്രസ്ഥാനമാണ് അത് എന്ന കാര്യം നമുക്ക് കൃത്യമായിട്ടറിയാം. പഠിക്കുന്ന ഏതൊരാൾക്കും അത് ബോധ്യമാവുകയും ചെയ്യും. പക്ഷെ കൊണ്ടു നടക്കുന്നവർ കൊള്ളുന്നവരാണ്. അവർക്ക് ഔചിത്യബോധമുണ്ട്, അവർക്ക് ആസൂത്രണമുണ്ട്, പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട്. അവർക്കതിനെ ശരിയായി അതിന്റെ മുഖം മിനുക്കി അവതരിപ്പിക്കാൻ അറിയാം. അതിന്റെ അകം പൊരുളിലേക്ക് ജനശ്രദ്ധ എത്താതെ അതിന്റെ പുറം മോടി പിടിപ്പിച്ച് വർണ്ണാഭമായി മാസ്മരികമായി അവതരിപ്പിക്കാൻ അറിയാം. അതുകൊണ്ട് ആ കെട്ട പ്രസ്ഥാനം സമൂഹത്തിന് മുമ്പിൽ വലിയ അളവിൽ സമൂഹത്തിന്റെ ശ്രദ്ധയിലും ചർച്ചയിലും മികവോടെ പുകൾപെറ്റ അവസ്ഥയിൽ നിലനിൽക്കുന്നു എന്നതാണ് നമ്മുടെ കാലഘട്ടത്തിലെ അവസ്ഥ. ഈ പ്രസ്താവന ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ വരാനുള്ള ന്യായം യേശുക്രിസ്തുവിനെ കുറിച്ചും മുഹമ്മദ് നബിയെ കുറിച്ചും അലൈഹിസ്സലാം ഇന്ന് സമകാലിക കേരളത്തിലെ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ്. യേശുക്രിസ്തുവിനെ വിമോചകനായി അവതരിപ്പിക്കപ്പെടുകയും വിമോചകനായി മറ്റു പലരും അംഗീകരിക്കുകയും വിമോചകനായി അംഗീകരിച്ചത് സമൂഹത്തിൽ ചർച്ചയാവുകയും അതുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ വർത്തമാനങ്ങൾ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന്റെ മനസ്സിൽ നെഗറ്റീവായ ഋണാത്മകമായ ഒരവസ്ഥയിൽ പുച്ഛരസത്തോടെ സ്മരിക്കപ്പെടുന്ന രീതിയിൽ കേശവിവാദവുമായി ബന്ധപ്പെട്ടും അതിന്റെ അനുബന്ധ ചർച്ചയായി ബന്ധപ്പെട്ടും മറുഭാഗത്ത് നിലകൊള്ളുന്നു. നമ്മുടെ ഗതികേടിന്റെ ആഴമറിയാൻ ഈ സന്ദർഭം ശരിയായി നമ്മെ വഴി നയിക്കും. യഥാർത്ഥത്തിൽ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിമോചനത്തിൻ്റെതാണ് എന്നും മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ ഭാവം ഉൾക്കൊണ്ട സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സേവനത്തിന്റെ ഒരു ശരിയായ ആൾരൂപമായിരുന്നു അദ്ദേഹമെന്നും യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തിന്റെ വേദങ്ങൾ വരെ കൃത്യമായി പറയുന്നു എന്ന് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നു. അവിധം പരിചയപ്പെടുന്ന ഒരു സൂക്തമാണ് സൂറ അഅറാഫിലെ 157 ആയത്ത് ഖുതുബയുടെ മുഖദ്ദിമയിൽ ഓതി വെച്ചത്. സൂക്തത്തിന്റെ അർത്ഥം കൂടി നമ്മൾ കേൾക്കുക. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യ. പ്രവാചകനും ദൂതനുമായി കടന്നു വന്ന നിരക്ഷരനായ ആ പ്രവാചകനെ പിൻപറ്റുന്നവർ, ഉദ്ദേശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. ഈ പ്രവാചകനെ കുറിച്ച് അവരുടെ കയ്യിലുള്ള തൗറാത്തിലും ഇൻജീലിലും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ട നിരക്ഷരനായ ദൂതനും നബിയും റസൂലും നബിയും ആയി കടന്നു വന്ന ഈ മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. ആ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നന്മ കൽപ്പിക്കുന്നു. വയൻഹാഹും അനിൽ മുൻകർ. മനുഷ്യത്വത്തിന് നിരക്കാത്ത സകല തിന്മകളും അവർക്ക് വിരോധിക്കുകയും ചെയ്യുന്നു. നന്മയുടെ മാർഗെ സഞ്ചരിക്കാൻ അവസരമൊരുക്കി കൊടുത്ത് ധർമ്മപാതയിൽ അവരെ സംസ്കരിച്ച് നയിക്കുന്നു. ധാർമ്മികതക്ക് നിരക്കാത്ത സകല വൃത്തികളിൽ നിന്നും ആ പ്രവാചകൻ അവരെ മാറ്റി നിർത്തുകയും അത്തരം തിന്മകളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നല്ലത് മാത്രം അനുവദിക്കുന്നു. മ്ലേച്ഛം, മോശം, മനുഷ്യത്വത്തിന്, ധർമ്മത്തിന്, പ്രകൃതിക്ക് നിരക്കാത്ത സകല വൃത്തികേടുകളെയും അദ്ദേഹം വിലക്കുന്നു, ഹറാമാക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് ഇണങ്ങുന്നത് മാത്രം അനുവദിച്ചു കൊടുക്കുകയും മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സകലത്തിനെയും ഹറാമാക്കുകയും ചെയ്യുന്നു ഈ പ്രവാചകൻ അലൈഹിസ്സലാം.
മൂന്നാമതായി വയലഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. ഈ പ്രവാചകൻ അലൈഹിസ്സലാം യലഉ അൻഹും ഇസ്റഹും അവരുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുന്നു, വൽ അഗ്ലാല ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയുന്നു, അല്ലതി കാനത് അലൈഹിം അവരുടെ മേൽ ആരോ വരിഞ്ഞു മുറുക്കിയ. ഈ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കടന്നു വന്ന ആ ജനസമൂഹത്തിലെ ഭാരം വഹിക്കുന്ന പ്രയാസപ്പെടുന്നവരുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുന്നു. ആരൊക്കെയോ കൂടി ഈ ജനപദങ്ങളെ വരിഞ്ഞു മുറുക്കി ചങ്ങലക്കിട്ട് ആ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയുകയും ചെയ്യുന്നു, വിമോചിപ്പിക്കുന്നു, മനുഷ്യനെ വിമോചിപ്പിക്കുന്നു. ഫല്ലദീന ആമനൂ ബിഹി അതുകൊണ്ട് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവർ, വഅസ്സറൂഹു ആ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തിപ്പെടുത്തുന്നവർ, വനസറൂഹു ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നവർ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹ് അദ്ദേഹത്തിന്റെ കൂടെ അവതരിപ്പിക്കപ്പെട്ട ഇസ്ലാമാകുന്ന ഈ പ്രകാശം പിൻപറ്റി ജീവിക്കുന്നവർ, ഉലൈക ഹുൽ മുഫ്ലിഹൂൻ അവർ മാത്രമാണ് വിജയിച്ചവർ. ഇതാണ് സൂക്തത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെന്ന് യഹൂദനറിയാം, ക്രൈസ്തവനറിയാം, വേദം വായിക്കുന്നവർക്കറിയാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവചരിത്രം പഠിക്കുന്നവർക്കറിയാം. അദ്ദേഹത്തെ അനുഭവിച്ചവർക്കറിയാം. വിശുദ്ധ ഖുർആന്റെ വരികളിലൂടെ അറിയാം. അദ്ദേഹത്തിന്റെ മുഖം ഈ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധർമ്മത്തെ സംസ്ഥാപിക്കാൻ നിരന്തരമായി പോരാട്ടം നടത്തിയ, അധർമ്മത്തെ സമ്മതിക്കാത്ത, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് നിരക്കുന്നത് മാത്രം അനുവദിക്കുന്ന, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് സ്വീകാര്യമല്ലാത്ത സകലതും വിലക്കുന്ന, ഭാരം വഹിക്കുന്ന, പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ആളുകളുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് അവർക്ക് താങ്ങായി നിൽക്കുന്ന, മനുഷ്യർക്ക് മേൽ സൂപ്പർമെന്മാരായി കയറി നിൽക്കുന്നവർ മനുഷ്യരുടെ മേൽ ഇട്ട് കുരുക്കിയ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് വിമോചിപ്പിക്കുന്ന ഉദാത്തനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് അവർക്കറിയാം, മാലോകർക്കറിയാം, ഈ ദീനിന്റെ ആളുകളായ മുസ്ലിമീങ്ങൾക്കും അറിയാം. ഇതാണ് ഈ പ്രവാചകൻ എന്ന് അവരുടെ വേദങ്ങളെ കൂടി മുമ്പിൽ വെച്ച് മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ സൂറ അഹ്റാഫിലെ 157 സൂക്തത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള വിമോചകൻ നിങ്ങൾ അറിയണം. ചെങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയുവിൻ, നിങ്ങൾക്ക് വിമോചിതരാകാം. നമുക്ക് നഷ്ടപ്പെടാൻ ചെങ്ങലക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ, കിട്ടാനുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു വിഹായുസാണ് എന്ന് ഏതോ വിപ്ലവകാരി പറഞ്ഞത് കേട്ട് ഊച്ചം കൊള്ളുന്ന മുസ്ലിമീങ്ങൾ അറിയണം. അതിനേക്കാൾ ഒരു വിപ്ലവമാണ് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. പേനയുണ്ടെങ്കിൽ കുറിച്ച് പോക്കറ്റിൽ വെക്കണം ഈ സൂക്തം. അഹ്റാഫിലെ 157 ആയത്ത്. മനുഷ്യന്റെ ഭാരങ്ങളെ ഇറക്കി വെക്കുകയും അവരുടെ മേൽ ആരോ ചാർത്തിയ ചെങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയുകയും ചെയ്യുന്ന ഒരു മഹാപ്രവാചകൻ, വിമോചനത്തിന്റെ വിപ്ലവ ഗീതിയുമായി കടന്നുവന്ന് മണ്ണിൽ അത് പ്രയോഗവൽക്കരിച്ച ഒരു മഹാപ്രവാചകനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ആ വിമോചകനായ പ്രവാചകൻ ഇവിടെ സമൂഹത്തിൽ പുച്ഛരസത്തോടെ അനുസ്മരിക്കപ്പെടുന്നു. ഇത്തരം ഒരു വിമോചനത്തിന്റെ നാലായിരത്ത് എത്താൻ കഴിയാതെ പോയ വേറെ ചില വ്യക്തിത്വങ്ങൾ സമൂഹത്തിൽ ശ്രദ്ധേയമാകുന്നു. അവർ അവരുടെ പുണ്യപുരുഷനെ ശരിയായി പ്രതിനിധീകരിക്കാൻ തയ്യാറായി. കഴിവും വിഭവവും ചേർത്ത് വെച്ച് ആസൂത്രണത്തോടെ, പ്ലാനിങ്ങോടെ അവർ രംഗത്ത് വന്നപ്പോൾ കെട്ട ഒരു സംവിധാനവും നന്നായി തോന്നി സമൂഹത്തിന്. എന്നാൽ ഏറെ ഉദാത്തമായ ഒരു പ്രസ്ഥാനം ഇസ്ലാം, അതിനെ കൊണ്ട് നടക്കുന്നവർ കെട്ടവരായി പോയി. അവർക്ക് പ്ലാനിങ്ങും ആസൂത്രണവുമില്ല, അവർക്കോ ഔചിത്യബോധവുമില്ല. അതുകൊണ്ട് അവരുടെ പ്രവാചകന്റെ ശരിയായ മുഖം സമൂഹത്തിനു മുമ്പിൽ തെളിയിച്ച് കാണിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ആ പ്രവാചകനെ കേൾക്കുന്ന മാത്രയിൽ ഏതോ ഒരു മുടിയുടെയും ഇത്തിരി തുപ്പലിന്റെയും വിയർപ്പിന്റെയും പുച്ഛരസത്തോടെ മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം പ്രവാചകനെ കൊണ്ടുചെന്ന് നിർത്തിയെങ്കിൽ ആരാണ് കുറ്റവാളികൾ എന്ന് വിനയപുരസ്സരം ചിന്തിക്കാൻ സമകാലിക കേരളീയ അവസ്ഥ നമുക്ക് ഇത്തിരിയെങ്കിലും വഴി തുറന്നു വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാം കുറ്റവാളികളായി പോകും. ഇത് പുതിയ കാലഘട്ടത്തിന്റെ ദുരന്തമാണ്. ഈ സമുദായത്തിൽ ഉണ്ടായിത്തീർന്ന ഗതികേടിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കി തരുന്ന അവസാനത്തേതല്ലാത്ത ഉദാഹരണവും. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു എന്ന്
അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ സാക്ഷ്യങ്ങൾ കൂടി ചേർത്ത് വെക്കുക. അദ്ദേഹത്തിന്റെ കുടുംബിനി ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുമായുണ്ടായ ആദ്യ അഭിമുഖത്തിന്റെ ആ വേദനയിലും വെപ്രാളത്തിലും പേടിയിലും പനി പിടിച്ചുകൊണ്ട് സ്വന്തം കുടുംബിനിയുടെ അടുക്കൽ സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പെട്ട് മൂടിത്താ ഖദീജ എന്ന് പറഞ്ഞ് വേദനയോടെ വെപ്രാളത്തോടെ ഓടി വന്നപ്പോ കിടകിട വിറക്കുന്ന ശരീരം ചേർത്ത് അമർത്തിപ്പിടിച്ച് ആശ്രയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രിയതമ നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വർത്തമാനം, വല്ലാഹി പടച്ചവനാണ് സത്യം, ലാ യുഖ്സികല്ലാഹു അബദ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ നിന്ദിക്കുകയില്ല, പടച്ചവൻ ഒരിക്കലും നിങ്ങളെ മോശമാക്കില്ല, അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. കാരണം ഇന്നക ലതസിലുർ റഹ്മ, അങ്ങ് കുടുംബബന്ധം ചാർത്തുന്നവനാണ്, വതസ്ദഖൽ ഹദീസ്, സത്യം മാത്രം പറയുന്നവനാണ്, വതഹ്മിലൽ കല്ല, പ്രയാസപ്പെടുന്നവന്റെ ഭാരം സ്വയം ഏറ്റെടുക്കുന്നവനാണ്, വതക്സബൽ മഅദൂമ, ഇല്ലാത്തവന് നേടിക്കൊടുക്കുന്നവനാണ്, വതക്രിൽ ലൈഫ, അതിഥിയെ ആദരിക്കുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങയെ അല്ലാഹു ഒരിക്കലും കൈവിടുകയില്ല. 40 വയസ്സ് വരെ ജീവിച്ച ജീവിതാനുഭവത്തെ 25 വയസ്സ് പ്രവാചകന്റെ 25 വയസ്സ് മുതൽ സഹധർമ്മിണിയായ അനുഭവത്തിലൂടെ നേടിയെടുത്ത ആ വർത്തമാനം വെച്ചിട്ട് പറയാം, അങ്ങയെ അല്ലാഹു കൈവിടില്ല, നിങ്ങൾ പേടിക്കണ്ട. ആദ്യ വഹീന്റെ പ്രയാസവും പ്രശ്നവുമായി വന്ന പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ് കുടുംബിൽ. അതായിരുന്നു പ്രവാചകൻ. പ്രയാസപ്പെടുന്നവനെ ഏറ്റെടുക്കുന്ന, അവന്റെ ഭാരം സ്വയം വഹിക്കുന്ന, ഇല്ലാത്തവന് നേടിക്കൊടുക്കുന്ന, അതിഥിയെ ആദരിക്കുന്ന, വിധവകളെ പരിഗണിക്കുന്ന, കുടുംബബന്ധം ചാർത്തുന്ന, സത്യം മാത്രം പറയുന്ന, ഇത്രയും സത്യസന്ധനും വിശ്വസ്തനും സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സേവനത്തിന്റെ ആൽരൂപവുമായി ജീവിക്കുന്ന ഒരു പ്രവാചകൻ. മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ പ്രമേയം. മനുഷ്യനെയായിരുന്നു അദ്ദേഹം പരിഗണിച്ചത്. അതായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ, പ്രവാചകത്വത്തിന് മുമ്പ് അവിടെ യുവാക്കളുടെ ഒരു വേദി ഉണ്ടായിരുന്നു. ആ വേദിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. നല്ല യുവാവായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കീങ്ങളായ യുവാക്കളുമായി കൂടിച്ചെന്ന ഒരു പൊതുവേദിയിൽ, ആ പൊതുവേദി പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന വേദിയായിരുന്നു. അതിന് ഹൽഫുൽ ഫുദൂൽ എന്നായിരുന്നു പേര്. അതിൽ സജീവ അംഗമായി പ്രവർത്തിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയ ശേഷം പിന്നീട് ഒരു രംഗത്ത് ഈ വേദിയെ പരാമർശിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ ഹൽഫുൽ ഫുദൂൽ എന്ന വേദി ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നും ഞാൻ അതിൽ പ്രവർത്തിക്കുമായിരുന്നു. മനുഷ്യന് വേണ്ടി ഇടപെടുക, അതിന് എല്ലാ സമാന മനസ്കരെയും കൂട്ടി നിർത്തുക, അവരുടെ കൂടെ നിന്നുകൊണ്ട് മനുഷ്യന് വേണ്ടി രംഗത്തിറങ്ങുക. ഇത് പ്രവാചകത്വത്തിന് മുമ്പ് തിരുനബിയുടെ ശീലമായിരുന്നു എങ്കിൽ പ്രവാചകത്വം ആ ശീലത്തെ ഏറ്റവും നന്നായി പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു, ഏറ്റവും നന്നായി വളർത്തുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സഹോദരി സഹോദരന്മാരെ ധാരാളം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ. ഈ മക്കയിൽ ആദ്യകാലത്ത് അവതീർണമായ മക്കീ സൂറകളിൽ ഒന്നിൽ ഫഖുറഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്അബ യതീമൻ ദാ മക്റബ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം, കണ്ണും കാതും നാക്കും മൂക്കും ഉൾപ്പെടെ പഞ്ചേന്ദ്രിയങ്ങൾ, അറിവ് ആർജിക്കാനും, അറിവ് സമാഹരിക്കാനും, അറിവ് രേഖപ്പെടുത്താനും, അറിവ് കൈമാറാനും, അങ്ങനെ തന്നെ അറിയുന്നതിലൂടെ, തന്റെ ചുറ്റുപാടിനെ അറിയുന്നതിലൂടെ തന്റെ നാഥനെ അറിയുക എന്ന ഉദാത്തമായ ചിന്തോദീപകമായ മനനത്തിന്റെ ചിന്തയുടെ വഴിയിലൂടെ മുന്നേറാൻ ഈ ഇന്ദ്രിയങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകിയത് അല്ലാഹുവാണ്. സർവോപരി ആ അന്വേഷണത്തിന്റെ പാതയിൽ വഹദൈനാഹു നജ്ദൈൻ, 2 വഴികളും നിങ്ങൾക്ക് നൽകി. ശരിയുടെ മാർഗമാകുന്ന ഇസ്ലാം, ശരിക്ക് വിരുദ്ധമായ മാർഗമാകുന്ന മറ്റു വഴികൾ. അതുകൊണ്ട് ശരി കണ്ടെത്താൻ ഉതകുന്ന രീതിയിൽ നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങളെ നൽകി, നിങ്ങൾക്ക് ശരിയായ മാർഗവും കാണിച്ചെന്നു, തെറ്റായ വഴികളെ കുറിച്ചും വിവരം തന്നു. അങ്ങനെ നിങ്ങൾക്ക് ശരിയുടെ വഴിയിലേക്ക് വരാൻ അവസരം കിട്ടി എങ്കിൽ നിങ്ങൾ നന്ദി കാണിക്കണം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ത്യാഗം ചെയ്യണം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ത്യാഗം? ഫഖുറഖബ, മനുഷ്യരെ വിമോചിപ്പിക്കണം, പിരടികളെ മോചിപ്പിക്കണം. പിരടികളെ മോചിപ്പിക്കുക, മനുഷ്യരെ വിമോചിപ്പിക്കുക എന്നാണ്. അടിമകളായ മക്കക്കാരെ വിമോചിപ്പിച്ച് അടിമത്ത സമ്പ്രദായം ഇല്ലാതാക്കിയ ഒരു മഹാപ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയാകുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് റോമ, പേർഷ്യ സാമ്രാജ്യ ശക്തികളുടെ പിടുത്തത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അനുചരന്മാർ നിർവഹിച്ച പ്രവർത്തനങ്ങൾ മനുഷ്യ വിമോചനം. മക്കയിൽ നമസ്കാരം പഠിപ്പിക്കപ്പെടാത്ത മക്കയിൽ,
സക്കാത്തും നോമ്പും ഹജ്ജും പരാമർശിക്കപ്പെടാതെ പഠിപ്പിക്കപ്പെടാതെ പോയ മക്കയിൽ ഈ മനുഷ്യ വിമോചനത്തെ കുറിച്ച് ഇത്രയും കൃത്യമായി പഠിപ്പിച്ചു എങ്കിൽ ക്ലേശ നാളുകളിൽ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കൽ ഏറ്റവും വലിയ ത്യാഗോജ്ജലമായ പ്രവർത്തനമായിട്ട് പഠിപ്പിച്ചു. നിങ്ങളുടെ കുടുംബത്തിലെ അനാഥർക്കും മണ്ണ് പുരണ്ട മണ്ണിന്റെ മണമുള്ള അഗതികൾക്കും ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ നടത്തുന്ന ത്യാഗം, അതാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതാണ് ഇസ്ലാമിന്റെ പാതയിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം എന്ന് നമസ്കാരം നേരെ ചൊവ്വെ പഠിപ്പിക്കപ്പെടാത്ത മക്കയിൽ ഇസ്ലാം പഠിപ്പിച്ചു എങ്കിൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തും മനുഷ്യരെ വിമോചിപ്പിച്ചും ഒരു മഹാപ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെയുള്ള ഇത്തിരി അനുചരന്മാരുമായി നടത്തിയ ഈ വിമോചനത്തിന്റെ, മനുഷ്യത്വത്തിന്റെ, മനുഷ്യപ്പറ്റിന്റെ, കാരുണ്യത്തിന്റെ, സേവനത്തിന്റെ, സ്നേഹത്തിന്റെ ശരിയായ പാത തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒരു സമുദായമാണോ ഇന്നത്തെ മുസ്ലിം സമുദായം? പിന്നെയും പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ പരിചയപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന സംഭവങ്ങൾ. മക്കയിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ നജ്ജാഷി രാജാവിന്റെ, നേഗസ് രാജാവിന്റെ അടുക്കലേക്ക് ഹബ്ശീനിയാകുന്ന, എത്യോപ്യയാകുന്ന ക്രൈസ്തവ രാജ്യത്തേക്ക് ഹിജ്റ പോയ ആ സംഘത്തെ വിളിച്ചു വരുത്തി നിങ്ങളെ കുറിച്ച് നല്ല വർത്തമാനമല്ലല്ലോ കേട്ടത്, നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണല്ലോ ഇവർ പറയുന്നത്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ 14 അംഗങ്ങളും കൊട്ടാരത്തിൽ പ്രതികളായി ഹാജരാക്കപ്പെട്ട 14 പേരിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇന്നതായിരുന്നു, വന്ന ശേഷം ഞങ്ങളുടെ അവസ്ഥ ഇതായി, ഞങ്ങൾ അദ്ദേഹത്തിൽ വിമോചകനെ കണ്ടു, അതുകൊണ്ട് ഏഴകളും തോഴകളുമായി ആ മക്കൻ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഞങ്ങൾ ഈ പ്രവാചകന് ചുറ്റും കൂടി. അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാചകം നിങ്ങൾ എഴുതി വെക്കണം. ആ മക്കയിലെ കാലഘട്ടം ഞങ്ങളിലെ ശക്തർ ദുർബലരെ തിന്നുകയായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ ശക്തർ ദുർബലരെ തിന്നുകയായിരുന്നു. ഉള്ളവൻ ഇല്ലാത്തവനെ ഞെരിക്കുന്ന, പണത്തിന്റെയും അധികാരത്തിന്റെയും ബലത്തിൽ ഉള്ളവന്റെ മാത്രം താല്പര്യങ്ങൾ നടപ്പാക്കപ്പെടുന്ന ഒരു ക്രമത്തിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ, ആ മനുഷ്യർ അഭയം കണ്ടത് ഈ പ്രവാചകനിലായിരുന്നു എന്ന് പറയാൻ അവർക്ക് മടിയുണ്ടായില്ല എങ്കിൽ റസൂലുള്ളാഹി നിർവഹിച്ച നീണ്ട നമസ്കാരത്തിന്റെയോ അദ്ദേഹം എണ്ണം തികച്ച് ചൊല്ലിയ ദിക്റിന്റെയോ അദ്ദേഹം പറഞ്ഞു കൂട്ടിയ മറ്റെന്തോ ഇബാദത്തിന്റെയോ ആകർഷകത്വത്തിലല്ല അവർ ഇസ്ലാമിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കാൻ മക്കീ സാഹചര്യം ശരിക്കും നമ്മളെ സഹായിക്കും. ഇതാണ് ഇസ്ലാമിലെ പ്രവാചകന്റെ സാക്ഷ്യം. മനുഷ്യന്റെ കൂടെ സമൂഹം അവഗണിച്ചവരെ കൂടെ നിർത്തി അവർക്ക് വേണ്ടി രംഗത്ത് വന്ന ഒരു മഹാപ്രവാചകൻ, ആ പ്രവാചകനെയാണ് പരിചയപ്പെടുന്നത്. മക്കയിൽ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന നല്ലൊരു ശതമാനം സഹാബത്തും സാധാരണക്കാരായിരുന്നു. മക്കക്കാരായ ധനാഢ്യരുടെ ഭാഷയിൽ ഏഴകളും തോഴകളും. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ അവര് പറഞ്ഞു, പ്രവാചകരെ അവരങ്ങ് ഒഴിവാക്കും, അവര് ഞങ്ങളുടെ സ്റ്റാറ്റസിന് നിരക്കാത്തവരാ, അവരുടെ കൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ ഈ സമൂഹത്തിലെ പ്രമാണിമാരാ, ഇവരോ ഞങ്ങൾ പരിഗണിക്കാതെ മാറ്റി നിർത്തിയ കൂട്ടരാ, അങ്ങയുടെ ചുറ്റും കൂടിയിരിക്കുന്നവർ ഈ വിഭാഗത്തിൽപ്പെട്ടവരാ, അവരിയ്ക്കുന്ന വേദിയിൽ സദസ്സിൽ ഞങ്ങൾ ഇരിക്കില്ല, അതുകൊണ്ട് അവരെ ഒഴിവാക്കിയിട്ട് വാ, ഞങ്ങൾ നിന്നെ കേൾക്കാം എന്ന് മക്കയിലെ ധനാഢ്യർ ഖുറൈശി പ്രമുഖർ ഓഫർ പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ കൊടുത്ത മറുപടി എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ കഹ്ഫ് ഓതുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഫസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാവതി വൽ അശീ യുരീദൂന വജ്ഹ. പ്രവാചകരെ അങ്ങ് നിൽക്കേണ്ടത് ഇവരുടെ കൂടെ തന്നെയാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും നാഥനെ പ്രാർത്ഥിച്ച് അവന്റെ പ്രീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ, അങ്ങയുടെ കൂടെയുള്ളവർ, അവരുടെ കൂടെ തന്നെയാണ് അങ്ങ് നിൽക്കേണ്ടത്. അപ്പുറത്തുള്ളവരുടെ കൂടെയല്ല നിങ്ങൾ നിൽക്കേണ്ടത്. അവരെ വലിയവരായ ധനാഢ്യരായ പ്രമത്തരായ അധികാരത്തിലിരിക്കുന്ന അത്തരം വലിയവരുടെ കൂടെ പോകാൻ അങ്ങ് ആഗ്രഹിച്ചാൽ തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ, പ്രവാചകരെ അങ്ങും ഭൗതികതയുടെ പളപളപ്പാണ് ഇഷ്ടപ്പെട്ടത് എന്ന് അള്ളാഹു വിലയിരുത്തും. അവരുടെ കൂടെ ഇരിക്കാൻ, അവരുടെ കൂടെ നടക്കാൻ, അവരുടെ കൂടെ ഇരിക്കാൻ, അതിനാണ് അങ്ങ് താല്പര്യം കാണിക്കുന്നത് എങ്കിൽ അങ്ങും ഈ ഭൗതികതയുടെ പളപളപ്പിൽ വീണുപോയി എന്ന് അള്ളാഹു വിലയിരുത്തും. അതുകൊണ്ട് ഇവരുടെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത് എന്ന് പറയുമ്പോൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ പോലെ, ബിലാൽ, അമ്മാർ, യാസിർ, സുമയ്യ പോലെ, അതുപോലെ ഹബ്ബാബ്, ഹുബൈബുമാരെ പോലെ ഒരുപാട് സാധാരണക്കാരായ അലൈഹിമുസ്സലാം റളിയല്ലാഹു തആല അൻഹും ആ മനുഷ്യരെ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ അത്തരം മനുഷ്യരെ കൂടെ നിർത്തി മുന്നോട്ട് പോയ ഒരു മഹാപ്രവാചകനാണ് ഈ പ്രവാചകൻ എന്ന കാര്യം നമ്മൾ അറിയണം.
പെണ്ണുങ്ങൾ സ്ത്രീകൾ ജീവിക്കാൻ അനുവാദമില്ലാതിരുന്ന ക്രമത്തിൽ പൊന്നെ എന്തിന്റെ പേരിലാണ് നീ കൊല ചെയ്യപ്പെട്ടത് എന്ന് കൊല ചെയ്യപ്പെട്ട ഈ കുട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കപ്പെടും എന്ന്, അപ്പൊ നിങ്ങൾ മാതാപിതാക്കൾ കുറ്റവാളികളാകുമെന്ന് വളരെ കൃത്യമായ ബോധവൽക്കരിച്ചുകൊണ്ട് പെണ്ണിന് വേണ്ടി കൊതിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക്, പെണ്ണിനോട് പെൺമക്കളോട് സ്നേഹവും ആദരവും ബഹുമാനവും നമ്മുടെ സ്വർഗമാണ് ഇവർ എന്ന ചിന്തയിലേക്ക് അവരെ മാറ്റിയെടുത്ത, അങ്ങനെ മനുഷ്യനെ മാറ്റിയ, മനുഷ്യത്വത്തെ പരിഗണിച്ച, അവഗണിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, ഭാരം പേറുന്ന അടിമകളായ വലിയ വലിയ ശക്തികളുടെ കീഴിൽ ജീവിച്ചിരുന്ന മർദ്ദിതരായ ആളുകളുടെ വിമോചകനായി വന്ന ഒരു മഹാപ്രവാചകന്റെ ചിത്രം സമുദായത്തിന് അറിയുമോ? പിന്നെയല്ലേ സമൂഹത്തിന് അറിയുക? എന്നാൽ മറുഭാഗത്ത് എല്ലാ അർത്ഥത്തിലും ഇന്നും ഈ പറയുന്ന ക്രൂരതയെ യഥാവിധി നടപ്പാക്കിക്കൊണ്ടിരുന്ന ആളുകളുടെ മുഖം സ്നേഹത്തിന്റെ മുഖമാണ്, കാരുണ്യത്തിന്റെ മുഖമാണ്. അവരുടെ പുണ്യപുരുഷന്മാർ വിമോചനത്തിന്റെ പുണ്യപുരുഷന്മാരാണ്. അങ്ങനെ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റി, ഉള്ളതുപോലും വിളിച്ചു പറയാൻ നമുക്കോ പറ്റിയില്ല. വിശുദ്ധ ഖുർആൻ കത്തിക്കുന്ന സംഭവം, അതിന്റെ അലയൊലി, മരിച്ചു കിടക്കുന്ന കൊല ചെയ്യപ്പെട്ട പട്ടാളക്കടമേൽ മൂത്രമൊഴിക്കുന്ന സൈനികർ, അതിനപ്പുറത്ത് ഗോണ്ടനാമോ ജയിലിലെ ക്രൂരത, ഇപ്പുറത്ത് സെർബിയൻ ക്രൈസ്തവർ ബോസ്നിയൻ മുസ്ലിം പെണ്ണുങ്ങളെ മാടുകളെ പോലെ നിർത്തി ബലാത്കാരം ചെയ്യിച്ച് അവരെ ഗർഭിണികളാക്കി അവരിലൂടെ തങ്ങളുടെ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഗർഭിണികളായി പോയ മുസ്ലിം സഹോദരിമാർ ഗർഭചിത്രം നടത്താൻ തയ്യാറായപ്പോ ഗർഭചിത്രം പാപമാണെന്ന് വത്തിക്കാനിന്റെ ആഹ്വാനം. ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ 5 ലക്ഷവും അതിലധികവും കുഞ്ഞുങ്ങളെ ക്രൂരമായി ഇറാഖിൽ കൊന്നൊടുക്കിയവർ. ഇപ്പോൾ ഇറ്റാലിയൻ കപ്പൽ വിവാദത്തിൽ 2 കേരളക്കാർ മരിച്ചതുപോലും ഒരു പ്രശ്നമല്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾ അർഹരാണ്, ഞങ്ങൾക്കതിനൊക്കെ അർഹതയുണ്ട്, ഞങ്ങൾ സുപ്രീമോകളാണ് എന്ന മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ജനവിഭാഗം, അവർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ അജപാലകർ. ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഇവരുടെ മതമേതെന്ന് നിങ്ങൾ പരിശോധിച്ചുവോ? ഇവരുടെ കയ്യിലെ ദർശനം നിങ്ങൾ നോക്കിയോ? ഇത്രയും ക്രൂരത മനുഷ്യത്വത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം ഇന്നും പച്ച പകൽ ചെയ്തുകൊണ്ടിരിക്കെ അവരെ വിമോചനത്തിന്റെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ വക്താക്കളായി അവതരിപ്പിക്കാൻ, ഈ കെട്ട സംവിധാനത്തെ ഈ വിധം ആസൂത്രിതമായി അവതരിപ്പിക്കാൻ അവർക്ക് പറ്റിയെങ്കിൽ, ഏറ്റവും ഉദാത്തമായ ഒരു ദർശനത്തെ മനുഷ്യരുടെ മുമ്പിൽ ഈ മഹാപ്രവാചകനെ, ഈ പ്രവാചകന്റെ മുഖത്തെ പ്രകാശിപ്പിക്കാൻ നമുക്ക് പറ്റിയോ? കേൾക്കുന്നവന് നാണം തോന്നുമാറും വിയർപ്പിന്റെയും നഖത്തിന്റെയും മുടിയുടെയും വിസർജ്യങ്ങളുടെയും മഹത്വം പറയാൻ മാത്രം നാണം കെട്ടുപോയ ഒരു സമൂഹം. ഇതാണോ നമ്മുടെ പണ്ഡിതന്മാരുടെ നിയോഗം? ഇതാണോ സംഘടനകൾ ഏറ്റെടുക്കേണ്ടത്? ഇതാണോ കാലഘട്ടത്തിന്റെ ദൗത്യം? വിനയപുരസ്സരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറിയണം ആരായിരുന്നു പ്രവാചകനെന്ന്. പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ റബീഉൽ അവ്വലിൽ നീണ്ട ഘോഷങ്ങൾ നടത്തുന്നവർ എவ்விதമാണ് പ്രവാചകനെ സമൂഹ മധ്യേ വഷളാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇതിനപ്പുറത്ത് വേറെ ഉദാഹരണങ്ങൾ വേണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ സകല പ്രവാചകന്മാരും അവരുടെ ശരീരം തീ തൊടില്ല എന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിന്റെ ബലത്തിൽ നബിയുടെ മുടി കത്തില്ല, കത്തും, കത്തില്ല, കത്തും, 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 കത്തില്ല. ഈ ചർച്ചക്കാണ് ഇപ്പോൾ നമുക്ക് താല്പര്യം. എന്നാൽ സമൂഹ മധ്യ ഒന്ന് കത്തിച്ച് കാണിക്കാൻ ആർക്കുണ്ട് ധൈര്യം? ഒന്നങ്ങ് കത്തിച്ച് കാണിക്കണ്ടേ? നബിയുടെ മൂസിയത്ത് അദ്ദേഹത്തിന്റെ മുടി കത്തില്ല എന്നാണോ? ഉഹദ് രണാങ്കണത്തിൽ ശത്രുവിൽ ഒരാൾ എറിഞ്ഞ കല്ലുകൊണ്ട് നബിയുടെ പല്ല് പോയിട്ടുണ്ടോ? പല്ലിന് സ്ഥാനം തെറ്റിയിട്ടുണ്ടോ? പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ത്വായിഫിലെ തെരുവിൽ എറിഞ്ഞു ഓടിച്ചപ്പോൾ കാല് പൊട്ടി രക്തം ഒലിച്ചിട്ടുണ്ടോ? എങ്കിൽ മച്ചയായ മനുഷ്യന്റെ ശരീരത്തിൽ എന്തൊക്കെ നടക്കുമോ അതൊക്കെ നബിയിലും നടക്കുമെന്ന് പറയാൻ ആർക്കാണ് ധൈര്യമില്ലാത്തത്? അത് മുഖേന പ്രവാചക സ്നേഹം കുറഞ്ഞു പോകുമെന്നാണോ നമ്മളെ പഠിപ്പിച്ചത്? ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ്. വിശുദ്ധ ഖുർആൻ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, എനിക്ക് വഹിയുണ്ട് എന്നതാണ് പ്രത്യേകത. പച്ചയായ മനുഷ്യനാ, ഭക്ഷണം കഴിക്കാഞ്ഞാൽ വിശക്കുന്ന, മഴ കൊണ്ടാൽ ജലദോഷം പിടിക്കുന്ന, ഏറ് കൊണ്ടാൽ മുറിവ് പറ്റുന്ന, അടിച്ചാൽ അടി കൊണ്ടാൽ വേദനിക്കുന്ന അങ്ങനെയുള്ള ഒരു പ്രവാചകനാണ് ഈ പ്രവാചകൻ. പക്ഷെ വഹിയുണ്ട്, അള്ളാന്റെ സംരക്ഷണമുണ്ട്, പാപരഹിതനാണ്, മാഴ്സൂമാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച പ്രത്യേകത. അവിടുന്ന് തെന്നി മാറിയിട്ട് പ്രവാചകന്റെ വിസർജ്യങ്ങളും അതുപോലെ തന്നെ വിയർപ്പും നഖവും മുടിയും അതൊക്കെ വെച്ച് പുണ്യം നേടാമെന്ന ആത്മീയ ചൂഷണത്തിന്റെ വഴിയിലേക്ക് സമുദായത്തിലെ ക്രീമി ലെയർ തിരിഞ്ഞപ്പോൾ സംഭവിച്ച ദുരന്തത്തിന്റെ ആഴം മായ്ച്ചു കളയാൻ നമ്മൾ എത്ര കാലം പണിയെടുക്കേണ്ടി വരും?
എന്ന് വിനയപുരസ്സരം ചിന്തിക്കണം. ഇത്രയും ക്രൂരത നമ്മുടെ പ്രവാചകനോട് പാടുണ്ടോ എന്ന് വിനയപുരസ്സരം ചിന്തിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ സകല പ്രവാചകന്മാരെ കുറിച്ചും പറഞ്ഞ ഹദീസാണത്. അവരെ നരകം തൊടില്ല എന്നാണ്. നരകം പ്രവാചകന്മാർ സ്വർഗത്തില, ഇഹലോകത്ത് അവർക്കൊരു പരിക്കും പറ്റില്ലെന്നോ അവരുടെ മുടി കത്തും കത്തില്ലെന്ന വിവാദത്തിലേക്കല്ല പോണ്ടത്. വൈക്കം മുഹമ്മദ് ബഷീർ അവർകൾ ഒരിക്കൽ ഈ മതത്തിന്റെ അകത്തെ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞില്ലേ, രോമമതം എന്നാണ്. അന്ന് അദ്ദേഹം പറയാനുള്ള കാരണം നമ്മുടെ പണ്ഡിതന്മാർക്ക് എന്നും താല്പര്യം ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യല. അന്ന് അവരുണ്ടാക്കിയ ചർച്ച കയ്യിന്റെ ഉള്ളനടിയിൽ നിന്ന്, ഒരാളുടെ കയ്യിന്റെ അകം തലത്തിൽ നിന്ന് ഒരു രോമം മുളച്ചു പൊങ്ങിയാൽ ഉളു ചെയ്യുമ്പോൾ ആ മുടി പ്രത്യേകം തടവണോ എന്നായിരുന്നു ചർച്ച. കയ്യിന്റെ ഉള്ളത്തിൽ രോമം പൊങ്ങി വരുമോ മുളക്കുമോ എന്ന് ആരും ചർച്ച ചെയ്തില്ല. പള്ളിക്കകത്തുനിന്ന് ഒരു തെങ്ങ് ജനൽ വഴി പുറത്തേക്ക് വളർന്നാൽ ആ തെങ്ങിന്റെ മണ്ടയിൽ കയറിയിരുന്നാൽ ഇഴ്തികാഫിന്റെ കൂലി കിട്ടുമോ എന്നായിരുന്നു ചർച്ച. പള്ളിക്കകത്ത് തെങ്ങ് വളരുമോ എന്ന് ചർച്ച ചെയ്തില്ല. ഈ കാലഘട്ടത്തെ മുമ്പിൽ വെച്ചാണ് വൈക്കം മുഹമ്മദ് ബഷീർ രോമമതം എന്ന് ഇസ്ലാമിനെ കളിയാക്കിയതെങ്കിൽ അവിടുന്ന് ഒട്ടും വളരാൻ ഇന്നും നമുക്ക് പറ്റിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ സമുദായത്തിലെ ചർച്ചകൾ പരിശോധിച്ചാൽ ഇത് വളരെ ശരിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുലപ്പാല് കൊണ്ട് ഒരു കമ്പനി മിഠായി ഉണ്ടാക്കിയിട്ട് ആ മിഠായി തെരുവിൽ വിൽപ്പനക്ക് വന്നാൽ അവിധം ഒരു മിഠായി വാങ്ങി നിങ്ങൾ നാവിലിട്ട് നുണഞ്ഞാൽ മുലകുടി ബന്ധം സ്ഥാപിതമാകുമോ എന്നാണ് ചോദ്യം. എന്നതിന് ശേഷമാണ് വിശദീകരണം. ഏതെങ്കിലും കമ്പനി ഇങ്ങനെ ഒരു പണി ചെയ്തതായി നിങ്ങൾക്ക് അറിവുണ്ടോ? സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് ചർച്ച. ഇപ്പോൾ മുടി കത്തുമോ കത്തില്ലേ എന്നാണ് ചർച്ച. അറിയണം, നിങ്ങൾ ഒട്ടും നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല. പ്രവാചകനെ സ്നേഹിക്കുന്നത് കാപ്പട്യം മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ വിമോചകനാണ്. ആ പ്രവാചകന്റെ വിമോചനത്തിന്റെ മുഖത്തെ ശരിയായി പ്രതിനിധീകരിക്കാൻ മുസ്ലിം സമുദായത്തിന് കഴിയാത്ത കാലത്തോളം പണ്ഡിത സേവനങ്ങളും സംഘടനാ സേവനങ്ങളും ഇസ്ലാമിന് വിരുദ്ധമാണ്. അത് പ്രകൃതി വിരുദ്ധമാണ്. തമ്പുരാൻ ഇഷ്ടമില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയായി പ്രതിനിധീകരിക്കുന്ന ഷഹാദത്തുൽ ഹഖ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യണം. അവരാണ് വിജയിക്കുന്നവർ. ഓതിവെച്ച ആയത്തിന്റെ ബാക്കി ഫല്ലദീന ആമനൂ ബിഹി, ഈ പ്രവാചകനിൽ ശരിയായി വിശ്വസിക്കുന്നവർ, വഅസ്സറൂഹു, അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുന്നവർ, വനസറൂഹു, ആ പ്രവാചകനെ സഹായിക്കുന്നവർ, വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹ്, അദ്ദേഹത്തിന്റെ കൂടെ ഇറക്കിയ ഈ പ്രകാശം ഇസ്ലാം അതിനെ ശരിയായി പിൻപറ്റി ജീവിക്കുന്നവർ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് വിജയിച്ചവർ. അവരെ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് അപ്രധാനങ്ങളായ വിഷയങ്ങളെ സുപ്രധാന വിഷയമാക്കി ചർച്ചയിലേക്ക് കൊണ്ടുവരികയും ഇസ്ലാമിനെ തന്നെ ഹൈജാക്ക് ചെയ്യുന്ന ഈ രീതി മുസ്ലിം സമുദായം നിർത്തണം. പണ്ഡിതന്മാർ നിർത്തണം. സംഘടനകൾ നിർത്തണം. നമ്മുടെ കയ്യിൽ നല്ല ഒരു പ്രസ്ഥാനമാണുള്ളത്. അതിനെ ഏറ്റവും നന്നായി സമൂഹമധ്യേ അവതരിപ്പിക്കാൻ കൂട്ടായി ശ്രമിക്കണം. കെട്ട പ്രസ്ഥാനങ്ങൾ ആസൂത്രണ പാഠവം കൊണ്ടും മികവ് കൊണ്ടും സമൂഹത്തിൽ മികവാർന്ന അവസ്ഥയിലേക്ക് വളരുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ ഇவ்விதം പടിക്ക് പുറത്ത് മാറ്റി നിർത്താൻ ഇவ்விதം ക്രൂരന്മാരായി നമ്മൾ മാറാൻ പാടില്ല. അത് നമുക്ക് വിജയമല്ല, അത് നമ്മുടെ പരാജയമാണ്. വ്യക്തിപരമായി നമ്മുടെ സ്വർഗത്തിന്റെ പരാജയവും. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഇസ്ലാമിലെ പ്രവാചകനെ അറിഞ്ഞ് ശരിയായി മനസ്സിലാക്കി പണ്ഡിത കോലാഹലങ്ങൾക്കപ്പുറത്ത് സംഘടനാ ചർച്ചകൾക്കപ്പുറത്ത് ഖുർആനും സുന്നത്തും മുമ്പിൽ വെച്ച് പഠിക്കാൻ ഇനിയെങ്കിലും നാം കണ്ണും കാതും തുറന്നു വെക്കണമെന്ന് വിനയപുരസ്സരം ഉണർത്തുന്നു. അള്ളാഹു ശരിയായ വഴിയെ സഞ്ചരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعم نبيك حمزة والعباس وبقية الصحابة والكرامة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا